മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മിലിന്ദ് ദിയോറ പാർട്ടി വിട്ടു. പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നതായി മിലിന്ദ് ദിയോറ എക്സിൽ കുറിച്ചു. ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലി തർക്കം തുടരുന്നതിനിടെയാണ് രാജി. ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്ക് പോകുമെന്നാണ് സൂചനകൾ. ബൽറാം നുരങ്ങാടി വാർത്തയുടെ വരുവാണ്. ബൽറാം, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ? അപ്പോൾ മിലിന്ദ് ദിയോറോട് ചോദിക്കുന്നുണ്ട് പാർട്ടി വിടുന്നുണ്ടോ എന്ന്. പുള്ളി പറഞ്ഞത് മൊത്തം അഭ്യൂഹം മാത്രമാണ്, ഷിൻഡെയുടെ കൂടെ ചേരുന്ന അടക്കം മൊത്തം വെറുതെ പറയുകയാണ്, അഭ്യൂഹം മാത്രമാണെന്ന് പറഞ്ഞതാണ്. 24 മണിക്കൂർ പോലും ആയില്ല. ബൽറാം ഹസ്മി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായി ഈ മിലിന്ദ് ദിയോറ പാർട്ടി വിടുന്നു എന്ന അഭ്യൂഹങ്ങൾ സജീവമായി തന്നെ ഉണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് ഈ അഭ്യൂഹങ്ങളെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞത്. അദ്ദേഹം ഈ ശിവസേനയുടെ ഷിൻഡെ വിഭാഗവുമായി ചർച്ച നടത്തിയെന്നും ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേരും എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് അദ്ദേഹം തള്ളി മണിക്കൂറുകൾ പിന്നീട് മുമ്പാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ തന്റെ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തന്റെ കുടുംബത്തിന്റെ 55 വർഷമായി കോൺഗ്രസ് പാർട്ടിയുമായുള്ള പ്രാഥമിക ബന്ധം ഉപേക്ഷിക്കുകയാണ് ഇവിടെ എന്നും താൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു എന്നുമാണ് മിലിന്ദ് ദിയോറ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യുവ നേതാവാണ് മിലിന്ദ് ദിയോറ. മുൻപ് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. 2004-ലും 2019-ലും അദ്ദേഹം മുംബൈ സൗത്ത് സീറ്റിൽ നിന്നും മത്സരിച്ച് വിജയിച്ചാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ആയത്. എന്നാൽ അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ശിവസേനയോട് സ്ഥാനാർത്ഥിയോട് തോറ്റിരുന്നു. അരവിന്ദ് സാവന്തിനെതിരെയാണ് 2 തവണയും പരാജയപ്പെട്ടത്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിലെ അതൃപ്തി ഉൾപ്പെടെ അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ NDA യോഗത്തിൽ പ്രാദേശികമായി ശക്തരായ സ്വാധീനമുള്ള യുവ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിൽ മിലിന്ദ് ദിയോറയുമായി ചർച്ച നടത്തുകയും ആദ്യവുമായി ധാരണയിൽ എത്തുകയും ചെയ്തത് എന്നാണ് പുറത്ത് വരുന്ന വിവരം. മിലിന്ദ് ദിയോറയുടെ രാജി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. കാരണം ബിജെപിക്കെതിരായി ഒരു നീക്കത്തിന് വേണ്ടി ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ചർച്ചകൾ സജീവമാക്കി സീറ്റ് വിഭജനം ഉൾപ്പെടെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഒരു യുവ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സീറ്റ് വിഭജന ചർച്ചകളിൽ തനിക്ക് അല്ലെങ്കിൽ താൻ മത്സരിക്കുന്ന മുംബൈ സൗത്ത് സീറ്റ് നഷ്ടപ്പെടുമെന്ന ഒരു കണക്കുകൂട്ടലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിലവിൽ ശിവസേനയുടെ കൈവശം ഇരിക്കുന്ന ആ സീറ്റ് ശിവസേനയ്ക്ക് അവകാശവാദം ഉന്നയിക്കുകയും അത് അവർക്ക് നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാർട്ടി കോൺഗ്രസിൽ നിന്നാൽ തനിക്ക് ആ സീറ്റ് ഒരുപക്ഷെ ലഭിക്കില്ല എന്ന വലിയ സംശയം തന്നെ പാർട്ടി വിടാനുള്ള ഒരു പ്രധാന കാരണമായതായി വേണം വിലയിരുത്താൻ. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്ക് അദ്ദേഹം ആ സീറ്റിന് തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടതായി ഉൾപ്പെടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ രാജിയോടെ ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ന് ഈ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിക്കാനിരിക്കുകയാണ് ഈ രാജി. നേരത്തെ ഭാരത് ജോഡോ യാത്ര ദക്ഷിണേന്ത്യയിൽ നിന്നും ആരംഭിച്ച ഘട്ടത്തിലും ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്, സീറ്റ് വിഭജന ചർച്ചകൾ സജീവമായിരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു തീരുമാനം എത്തുമ്പോൾ അത് വളരെ നിർണായകമായി കോൺഗ്രസിന് പ്രത്യേകിച്ചും അതൊരു മുഹമ്മദ് ജസീം ചോദിക്കുന്നുണ്ട്, 55 വർഷം കോൺഗ്രസ് പ്രവർത്തിച്ച ആൾ ഇപ്പൊ അങ്ങനെ യുവ നേതാവായി ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയായിരുന്നത് അത്ര യുവ നേതാവല്ല, അന്നക്കാലത്ത് യുവ നേതാവായിരുന്നു, ഇപ്പൊ അത്ര യുവാവൊന്നും അല്ല. എങ്കിൽ കൂടിയും അതിൽ അത്ഭുതം ഇന്നലെ ചോദിച്ചാണ് ഷിൻഡെ വിഭാഗത്തോട് പോകുന്നുണ്ടോ ചോദിച്ചപ്പോഴത്തേക്ക് മൊത്തം റൂമേഴ്സ് മാത്രമാണ്, ഇതൊന്നും വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞാണ് ദിയോറ. അത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയമാണ്, അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ.